തിരുവചനം തിരുവചനം എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ ശുശ്രൂഷ ആരംഭിക്കുക. സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ഞങ്ങളുടെ ദിവാത്സല്യമായ ശുശ്രൂഷാനാഥ, ഒരു പ്രാവശ്യം കൂടെ കർത്താവ് തൻ്റെ ജനത്തെ ഈ ശുശ്രൂഷയിൽ കൂടെ നയിക്കത്തക്കണം അങ്ങോർക്കുന്ന മുൻ കൃപാൾക്കായ നന്ദിയോട് സ്തോത്രം കർത്താവെ. എൻ്റെ കൃപയുടെ സാന്നിധ്യം കർത്താവെ ഇന്നത്തെ ശുശ്രൂഷമേൽ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നിറഞ്ഞ കർത്താവെ, അവിടുന്ന് കർത്താവെ തൻ്റെ ജനത്തെ ബലപ്പെടുത്തത്തക്കോണം വചനം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വചനം അങ്ങയുടേതാണ്, അടിയൻ അങ്ങയുടേതാണ്, ജനം അങ്ങയുടേതാണ് കർത്താവെ. കർത്താവെ, അങ്ങയുടെ ശ്രേഷ്ഠ കൃപകളുടെ നിറവിൽ നിന്ന് കർത്താവ് ഏറ്റവും ലളിതമായ വചനം എത്തിക്കുക മാത്രമല്ല കർത്താവെ, കേൾക്കുന്നവർക്ക് കർത്താവിൻ്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാകത്തക്കോണം കർത്താവെ, ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തത്തക്കോണം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. നിൻ്റെ കൃപയും സാന്നിധ്യവും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടായിരിക്കണം. ഈ സാക്ഷിക്കുന്ന പിതാവ് കേൾക്കണമേ. ദൈവത്തിൻ്റെ മുന്നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ അനേകമായ ശുശ്രൂഷകളും പ്രവർത്തനങ്ങളും പരിശുദ്ധാത്മാവിനെ പറ്റി പറയാറുണ്ട്, കേൾക്കാറുണ്ട്. അതിനോടനുബന്ധിച്ച ഒരു ആഴ്ചയിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. ഡേ ഓഫ് പെന്തിക്കോസ്റ്റ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ അനുഭവമാക്കിയ ഒരു ദിനമായിട്ടാണ് അന്ന് നാം മനസ്സിലാക്കുന്നത്. നാം യഥാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ ഇഹലോക ജീവിതത്തിൽ പലവട്ടം അപ്പോസ്തല പിതാക്കന്മാരെ തിരഞ്ഞെടുപ്പപ്പോഴും 70 അറിയിപ്പുകാരെ തിരഞ്ഞെടുപ്പോഴൊക്കെ അവർക്ക് പ്രാർത്ഥിച്ച് കൃപകൾ നൽകിയിട്ടുണ്ട്. ഈ കൃപ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നൽവരമാണല്ലോ. അപ്പോൾ കർത്താവിൻ്റെ ഇഹലോക ജീവിതത്തിൽ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പരിശുദ്ധാത്മാവ് ആളത്വത്തിൽ വ്യക്തികൾക്ക് സഹായിയായി അല്ലെങ്കിൽ ഒരു കാര്യസ്ഥനായി കൂടെ നടക്കത്തക്കോണം അധികാരപ്പെടുത്തത്തക്കോണം ഇടയാക്കിയത് കർത്താവിൻ്റെ സ്വർഗാരോഹണം കഴിഞ്ഞ് പരിശുദ്ധാത്മാവിനെ അവർ കാത്തിരുന്നപ്പോഴാണ്. നാം മനസ്സിലാക്കുന്നത് സ്വർഗാരോഹണം കഴിഞ്ഞ് അപ്പോസ്തല പിതാക്കന്മാർ യെരൂശലേമിലേക്ക് കടന്നു, ഒലിവ്മലയിൽ നിന്ന് യെരൂശലേമിലേക്ക് കടന്നു വന്ന മാളികമുറിയിൽ ഇരുന്ന് അവർ സ്വയം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അതുതന്നെയായിരുന്നു കർത്താവ് അവരോട് പറഞ്ഞത്, നിങ്ങൾ യെരൂശലേം വിടാതെ അവിടെ ഇരുന്ന് ആ അത്യന്ത ശക്തിക്ക് വേണ്ടി ഒരുങ്ങുവാൻ പറഞ്ഞു, കാത്തിരിക്കുവാൻ പറഞ്ഞു. കാത്തിരിപ്പ് ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യമാണ്. കർത്താവ് പറയുന്നില്ല എത്ര ദിവസമോ എത്ര മണിക്കൂറാണ് എത്ര മാസമാണോ കാത്തിരിക്കേണ്ട, ഒരു കാര്യവും പറയുന്നില്ല. ഇത്രമാത്രം പറയുന്നുണ്ട്, നിങ്ങൾ യെരൂശലേമിൽ ചെന്ന് ഇതിനു വേണ്ടി കാത്തിരിക്കുക. അപ്രകാരം കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ലഭ്യമാകാൻ പോകുന്നതോ അതുമൂലം അവരുടെ ജീവിതത്തിൽ എന്ത് മാറ്റം വരുത്തുവാൻ കഴിയുമോ അല്ലെങ്കിൽ അവരുടെ ജീവിതം എങ്ങനെ മാറുമെന്നോ ഒന്നും ഇവർക്കറിയില്ല. ഒരു വിശ്വാസം മാത്രം. സ്വർഗാരോഹണത്തിനനുബന്ധമായ കർത്താവ് അതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങളിൽ വിശ്വസിച്ച് അവർ പ്രാർത്ഥിച്ചുകൊണ്ട് കാത്തിരുന്നു. ഇന്ന് നമ്മൾ അനേകര് പെന്തക്കോസ്തി പെരുന്നാളിനായി ഒരുങ്ങുന്നുണ്ട്. നാം സഭകളിലും ശുശ്രൂഷകളിലും ആ ദിവസത്തിൽ കടന്നു എന്ന് സംബന്ധിക്കാറുണ്ട്. പക്ഷേ നാം എത്രമാത്രം ഒരുങ്ങിക്കൊണ്ടാണ് ഇതിൽ കടന്നു വരുന്നതെന്ന് നാം ചിന്തിക്കണം. നാം യഥാർത്ഥമായ കർത്താവിൻ്റെ സന്നിധിയിൽ വേറിട്ടിരുന്ന് ഈ പെന്തക്കോസ്ത് പെരുന്നാളിനായി ഒരുങ്ങുക എന്ന് പറയുമ്പോൾ, ഞാൻ ഇന്ന് ആലയത്തിൽ കടന്നു വരുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ ദൈവമേ, എൻ്റെ അത്യന്തമായ ആ ശക്തി എൻ്റെ മേൽ വ്യാപരിച്ച് എന്നെ നിൻ്റെ വേലയ്ക്കായി ഒരുക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ടോ? നമുക്കെന്തിനാണ് യഥാർത്ഥത്തിൽ നാം ഈ പെന്തക്കോസ്ത് പെരുന്നാൾ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനായി പ്രാർത്ഥിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരാതെ എൻ്റെ ജീവിതം ഏറ്റവും നന്നായി മുൻപോട്ട് പോകത്തക്കോണം, അല്ലെങ്കിൽ എൻ്റെ കുടുംബങ്ങൾക്ക് ആർക്കൊരു പ്രയാസം വരാതെ പരിശുദ്ധാത്മാവിനൊരു കാവലുണ്ടായാൽ മതിയെന്നുള്ള ചിന്തയിലാണ്. പരിശുദ്ധാത്മാവ് ഒരു കാവലിനായിട്ടല്ല നൽകിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് എനിക്കും നിങ്ങൾക്കും നൽകിയിരിക്കുന്നത് പ്രതിസന്ധികളില്ലാതെ വീരത്വത്തിൻ്റെ ആത്മാവല്ല, ധൈര്യത്തിൻ്റെ ആത്മാവ് നൽകി ജനമധ്യത്തിൽ കർത്താവിനെ സാക്ഷീകരിക്കുവാൻ വേണ്ടിയാണ്. അപ്രകാരമെങ്കിൽ നാം എത്രമാത്രം ആ
പരിശുദ്ധാത്മാവിനെ ഉൾക്കൊണ്ടുകൊണ്ട് നാം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 2:4 ഇപ്രകാരമാണ് പറയുന്നത്, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിക്കുവാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഇന്ന് പലപ്പോഴും നമ്മെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമാണ് അന്യഭാഷാപരമില്ലെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവില്ലെന്ന്. നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, യഹൂദ ജാതിയും ആ നസറേത്തും അല്ലെങ്കിൽ ഗലീല കടപ്പുറത്തും ഒക്കെ ജീവിച്ച വ്യക്തികളാണ് ഈ ശിഷ്യന്മാരും അല്ലെങ്കിൽ അവരോടൊപ്പമുള്ള വ്യക്തികളും. അപ്പോൾ അവർക്ക് ആകപ്പാടെ അറിയാവുന്ന ആ ഭാഷകളാണ്. കർത്താവ് അവരോട് എന്താണ് പറഞ്ഞത്? നിങ്ങൾ ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളായി തീരണം. ലോകത്തിൻ്റെ അറ്റത്തോളം സാക്ഷികളാകണമെങ്കിൽ ഒരു മലയാളി എന്തിന് നമ്മുടെ രാജ്യം വിടേണ്ട ആവശ്യമില്ല. നോർത്തിലേക്ക് കടന്ന് എന്ന് മലയാളം പറഞ്ഞാൽ പകുതിയല്ല, ഒരു 3/4 പേർക്കും മനസ്സിലാകത്തില്ല. പിന്നെ ചില വലിയ വലിയ സ്റ്റേറ്റ്സിലൊക്കെ മനസ്സിലായെന്നിരിക്കും. അപ്രകാരം തന്നെ ബംഗാളിൽ നിന്ന് വരുന്ന ഒരു ബംഗാളി നാട്ടിൽ വന്ന് ബംഗാൾ ഭാഷ ബംഗാളി പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്കും മനസ്സിലാകത്തില്ല. അവർ മലയാളം പഠിച്ച അത് വേറെ കാര്യം. അപ്പോൾ ഭാഷ വാർത്താവിനിമയം ചെയ്യണമെങ്കിൽ, മറ്റുള്ളവർ കർത്താവിൻ്റെ സാക്ഷികളായി അവരെ കർത്താവിലേക്ക് ആകർഷിക്കണമെങ്കിൽ അത് ആവശ്യമായിരുന്നു. അന്യഭാഷ എന്ന് പറഞ്ഞാൽ മറ്റാർക്കും മനസ്സിലാകാത്ത ഭാഷയല്ല, അവര് പറയാൻ കഴിയാത്ത അല്ലെങ്കിൽ അവർക്ക് അറിഞ്ഞുകൂടാത്ത ഭാഷകളിൽ അവർ സംസാരിക്കുവാൻ ഇടയായി. ദൈവത്തിൻ്റെ ഒരു കൃപയാണ്. എന്തിന്? അനേകരെ കർത്താവിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടി. അതോടൊപ്പം അവർ ഒരുമിച്ച് കൂടിയിരിക്കുക എന്ന് കർത്താവ് അവരോട് പറഞ്ഞത് അവർ അപ്രകാരം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. നാം അപ്പോസ്തലപ്രവൃത്തി 1:4-5 വായിക്കുമ്പോൾ, അങ്ങനെ അവർ ഒന്നിച്ചു കൂടിയിരിക്കുമ്പോൾ അവൻ അവരോട് നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വിട്ടുപോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾക്കോ ഇനിയും വളരെ നാൾ കഴിയുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവോട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു. പരിശുദ്ധാത്മാവോട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. യോഹന്നാനോ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ സ്നാനം ലഭിക്കും. പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം, അഭിഷേകം എന്ന് പറയുമ്പോൾ അത് എനിക്കോ നിങ്ങൾക്കോ നൽകുവാൻ കഴിയുന്ന ഒരു കാര്യമല്ല. കർത്താവ് അവൻ്റെ കൃപയ്ക്കൊത്തവണ്ണം നൽകുന്ന ഒരു കാര്യമാണ്. ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവ് അവരെ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവരെങ്ങനെ ആയിരിക്കണമെന്നുള്ളൊരു സാഹചര്യമുണ്ട്. അവരുടെ പ്രവർത്തന മേഖല എങ്ങനെ ആയിരിക്കണം എന്നൊരു സാഹചര്യമുണ്ട്. ആ തീരുമാനത്തിനൊത്തവണ്ണം ഓരോരുത്തർക്കും അതിൻ്റേതായ കൃപകളും കൃപാവരങ്ങളും കർത്താവ് നൽകും. അത് മറ്റുള്ളവർ സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും അവർക്കതിൽ വിദ്വേഷം വന്നാലും അസൂയ വന്നാലും ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. കാരണം ഇത് നൽകുന്നത് കർത്താവാണ്. പക്ഷെ അത് ലഭ്യമാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട്. നാം ഇവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ലഭ്യമാകുവാൻ അവരൊന്നിച്ചെരിഞ്ഞ് പ്രാർത്ഥിക്കുക മാത്രമല്ല, അതിനായി കാത്തിരിക്കുന്ന ഒരവസ്ഥ. അപ്പോസ്തലപ്രവൃത്തി 2:1 വായിക്കുമ്പോൾ, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. ആ ദിവസം വന്നപ്പോൾ അവർ അതിനായി ഒരുക്കപ്പെട്ട് പ്രാർത്ഥിച്ചിരുന്ന അവസ്ഥ. നാം അതിനായി ഒരുക്കപ്പെട്ടിട്ടുണ്ടോ പ്രിയ സഹോദര സഹോദരി? നാം യഥാർത്ഥമായ പെന്തക്കോസ്ത് പെരുന്നാളിനായി ഒരുക്കപ്പെടുവാൻ നാം പരിശ്രമിച്ചിട്ടുണ്ടോ? ആ പരിശ്രമമാണ് ആവശ്യം. ഇന്ന് സഭകൾ വളരുവാൻ കഴിയാതെ പോകുന്നത്, നമ്മുടെ യുവതലമുറകൾ സഭകളിൽ നിന്ന് മാറിപ്പോകുവാൻ ഇടയാക്കിയിട്ടുണ്ടെങ്കിൽ, അവരെ നമുക്ക് ആകർഷിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് ലോകത്തിൽ ചുറ്റും നടക്കുന്ന പലവിധ ശുശ്രൂഷകളിലും ആരാധനയിൽ അവർ കടന്നു പോകുന്നത് യഥാർത്ഥമായ കർത്താവിനെ സേവിക്കുന്നവരാണോ എന്ന് പോലും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി
വഴിതെറ്റിക്കുന്ന ആരാധനകളും ശുശ്രൂഷകളും പൊട്ടിമുളയ്ക്കുന്ന ഈ കാലയളവിൽ യഥാർത്ഥമായ സുവിശേഷം അവർക്ക് അനുഭവമാക്കുവാൻ കഴിയുന്നുണ്ടോ? അത് കഴിയാതെ പോകുന്നുണ്ടെങ്കിൽ ഇന്ന് എവിടെയോ നമ്മുടെ ഒരുക്കക്കുറവാണ്. പ്രിയ സഹോദര സഹോദരി, ഞാൻ ഏത് സഭക്കാരനെന്നല്ല, ഞാൻ ഏത് ജാതിക്കാരനെന്നല്ല കർത്താവ് നോക്കുന്നത്. നാം ഏത് സഭയുമായിക്കൊള്ളട്ടെ, ഏത് ജാതിയുമായിക്കൊള്ളട്ടെ, കർത്താവിൻ്റെ അഭിഷേകം പ്രാപിക്കണമെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കണമെങ്കിൽ അമ്മയെ തന്നെ അതിനായി ഒരുക്കണം. ഇവിടെ ഒരുങ്ങുന്നൊരവസ്ഥയാണ്. അതിന് മുമ്പോട്ട് വായിക്കുമ്പോൾ 2:3 വായിക്കുമ്പോൾ പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. ആകാശത്തിൽ നിന്നൊരു മുഴക്കമുണ്ടായി. അത് അവർ ഇരുന്ന വീട് മുഴുവനും നിറഞ്ഞു. അവരിരുന്ന വീട് മുഴുവനും നിറഞ്ഞു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ, അഗ്നിജാലുകൾ പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അത് അവരുടെ ഓരോരുത്തരുടെ മേലും ആവസിച്ചു. അവർ ഓരോരുത്തരുടെ മേലും ആവസിച്ചു. പ്രത്യക്ഷത്തിന് അനുഭവമാക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു അനുഭവം. പ്രത്യക്ഷത്തിൽ എന്ന് പറയുന്നത് നാം കണ്ടനുഭവിക്കുന്നത്. അല്ലാത്ത അനുഭവം എന്ന് പറയുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയില്ല, പക്ഷെ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. ഇന്ന് ഏറെക്കുറെ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം എന്ന് പറയുന്ന അപ്രകാരമുള്ള, നാം അപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ വേറിട്ടിരിക്കുമ്പോൾ നമുക്ക് സ്വാന്തനം നൽകുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന ദൈവിക കൃപ നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുവാനിടയാകുന്നുണ്ട്. ആ വ്യാപാരം എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരമാണ്, പ്രിയ സഹോദര സഹോദരി. പക്ഷെ അതിനെ ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയണം, അതിനെ മനസ്സിലാക്കുവാൻ കഴിയണം. എങ്കിൽ മാത്രമേ യഥാർത്ഥമായ കൃപകളിൽ വളരുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. കൃപ എന്ന ആർപ്പോടെ ദൈവജനം പാടി മുന്നേറണമെന്ന് പറയുമ്പോൾ, ആ കൃപയുടെ ആർപ്പോടെ നാം പാടി മുന്നേറണമെങ്കിൽ നമുക്ക് ഒത്തൊരുമ വേണം, കൂട്ടായ്മ വേണം. പരിശുദ്ധാത്മാവിൻ്റെ നന്മരങ്ങൾ ലഭിച്ചു കഴിയുമ്പോൾ അവയൊക്കെയാണ് നാം ഇവിടെ മനസ്സിലാക്കുക. അപ്പോസ്തല പ്രവൃത്തികളുടെ ആദ്യകാല ജീവിതത്തിൽ നാം നോക്കുമ്പോൾ ഒരുമയോട് ജീവിച്ച അവസ്ഥ, ഒത്തൊരുമയോട് പ്രാർത്ഥിച്ച് ജീവിച്ച അവസ്ഥ. ഇന്ന് വ്യത്യസ്തമായ അനേക സഭകളും ശുശ്രൂഷകളും ഉള്ളപ്പോൾ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒത്തൊരുമ എവിടെയാണെന്നൊന്ന് ചിന്തിക്കണം. ഇന്ന് പലപ്പോഴും നാം കേൾക്കുന്നത് നാം ഒരു സെക്യുലർ മതസ്ഥരായി മാറണമെന്ന്. പ്രിയ സഹോദര സഹോദരി, സെക്യുലർ മതം എന്ന് പറഞ്ഞൊരു കാര്യമില്ല. അതിൻ്റെ വക്താക്കൾ എന്ന് പറയുന്നത് പ്രതിയോഗി സഭകളെ തകർക്കുവാനുള്ള, ഒരു പ്രതിസന്ധികൾ സൃഷ്ടിക്കുവാനുള്ള ഒരു മുഖാന്തരമാണെന്ന് നാം മനസ്സിലാക്കിക്കണം. ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ക്രിസ്തുവിനെ പൂർണ്ണമായി അനുസരിക്കുകയും ദൈവവചനം ഉൾക്കൊള്ളുകയും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥമായ ക്രിസ്ത്യാനി. പള്ളികളിൽ കടന്നുപോയി, ദേവാലയ ആരാധനകളിൽ കടന്നുപോയി, അവിടുത്തെ മറ്റു കാര്യങ്ങളിൽ സംബന്ധിച്ച് മടങ്ങി വരുന്നവനല്ല. എങ്കിലോ ആരാധന പൂർണ്ണതയിലാക്കുവാൻ, ദൈവത്തിൻ്റെ തീ ഇറങ്ങുന്ന ആരാധനയാക്കുവാൻ കഴിയുമെങ്കിൽ അവിടെയാണ് പരിശുദ്ധാത്മാവ് ആവസിക്കുവാൻ ഇടയാകുന്നത്. നാം മുമ്പോട്ട് വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2:37-38 വായിക്കുമ്പോൾ, അത് കേട്ടപ്പോൾ അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും മറ്റ് അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു. പത്രോസ് അവരോട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി നിങ്ങൾ ഓരോരുത്തരും അനുദപിച്ച് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിക്കും. നാം ഒരു കാര്യം മനസ്സിലാക്കണം. കർത്താവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് പരിശുദ്ധാത്മാവിന്റെ നിറവ് ലഭ്യമായപ്പോൾ ആ ഒറ്റ പ്രസംഗം കൊണ്ട് 3000 പേരെയാണ് കർത്താവിനായി ആദായപ്പെടുത്തത്. അവരാദായപ്പെടുന്നതിന് മുമ്പുള്ളൊരു ചോദ്യമാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിലെ കുറവ് എവിടെയാണെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. എന്താണ് തിരുത്തേണ്ടതെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അവർക്കൊരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥ. ഞങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് നാം കൺവെൻഷനുകളോ അല്ലെങ്കിൽ ഇപ്രകാരമുള്ള ദൂതുകൾ കേൾക്കുമ്പോൾ
അതിലെവിടെയാണ് പോരായ്മ, ആ വ്യക്തി പറഞ്ഞത് ശരിയാണോ, ഇങ്ങനെ പറയാമോ, മാർക്കിടലാണ്. അല്ലാതെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തലല്ല നാം ചിന്തിക്കുന്നത്. നാം ജീവിതത്തിൽ എങ്ങനെ മാറണമെന്നല്ല ചിന്തിക്കുന്നത്. അതിനെപ്പറ്റി നാം ഒരു താരതമ്യം ചെയ്യുന്ന അവസ്ഥ. അതാണോ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം? പ്രിയ സഹോദര സഹോദരി, ഇവിടെ ഇപ്പോൾ നാം കേൾക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിലെ കുറവുകൾ കാണിച്ചു കൊടുക്കുന്ന അവസ്ഥ. അതുകൊണ്ടാണ് പത്രോസ്ലീഹ 38-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി നിങ്ങൾ ഓരോരുത്തരും അനുതപിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ, അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവെന്ന ദാനം നമുക്ക് ലഭിക്കും. അനുതാപം പരിശുദ്ധാത്മാവിൻ്റെ ആദ്യത്തെ ഒരു കാര്യമാണ്. അനുതാപ ഹൃദയത്തിലേക്ക് നമ്മെ നയിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ആദ്യ പ്രവർത്തനമാണ് അനുതാപ ഹൃദയത്തിലേക്ക് നമ്മെ നയിക്കുക. അനുതപിച്ച് കഴിയുമ്പോഴേ നമ്മളെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കുവാൻ കഴിയുള്ളൂ, നമ്മളെ ഒന്ന് കഴുകുവാൻ കഴിയുള്ളൂ. ആ ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി അർപ്പിക്കപ്പെട്ട കർത്താവിൻ്റെ രക്തത്താൽ നമ്മളെ ശുദ്ധീകരിക്കുവാൻ കഴിയുകയുള്ളൂ. നമ്മൾ പ്രകാരം നമ്മളെ തന്നെ ഒരുക്കുന്നുണ്ടോ? അപ്രകാരം നമ്മളെ തന്നെ സമർപ്പിക്കുന്നുണ്ടോ? അപ്രകാരം സമർപ്പിച്ച് പ്രവർത്തിക്കുമ്പോൾ നീ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഈ പെന്തക്കോസ്ത് നാളിൽ നമുക്ക് അപ്പോസ്തല പിതാക്കന്മാർ അനുഭവിച്ച അതേ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമുക്ക് ഓരോരുത്തർക്കും അനുഭവിക്കുവാൻ കഴിയും. നാം അതിനെ ഒരുങ്ങണം. ഒരുങ്ങുക എന്ന് പറയുമ്പോൾ ആ നിത്യം പാപമോചനത്തിനായി പ്രാർത്ഥിച്ച അനുതാപ ഹൃദയത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരണം. അപ്പോസ്തലപ്രവൃത്തി 2:41 ഇപ്രകാരമാണ് പറയുന്നത്, അവന്റെ വചനം സ്വീകരിച്ചവർ സ്നാനമേറ്റു. അവൻ്റെ വചനം സ്വീകരിച്ചവർ സ്നാനമേറ്റ്. അന്ന് ഏകദേശം 3000 ആളുകൾ അവരോട് ചേർന്നു. അന്ന് ഏകദേശം 3000 ആളുകൾ അവനോട് ചേർന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ അനുഭവം. നാം എത്ര പ്രസംഗിച്ചെന്നല്ല, എങ്ങനെ പ്രസംഗിച്ചെന്നല്ല, ആരോട് പ്രസംഗിച്ചെന്നല്ല, നാം പ്രസംഗിക്കുമ്പോൾ, നാം ദൂതുകൾ നൽകുമ്പോൾ പരിശുദ്ധാത്മാവേ നിങ്ങളുടെ കൃപ ഈ കേൾക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ. അവരുടെ ജീവിതത്തിൻ്റെ ഹൃദയങ്ങളിൽ നീ പ്രവർത്തിക്കണമേ. മറഞ്ഞു കിടക്കുന്ന പാവങ്ങളെ കാണിച്ചു കൊടുക്കുക മാത്രമല്ല, അതിൽ നിന്ന് മടങ്ങി വരുവാനുള്ള സാഹചര്യം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കണം. അത് കഴിഞ്ഞ് ദൂതുകൾ നൽകുമ്പോൾ പ്രിയ സഹോദര സഹോദരി, അത് കേൾക്കുന്നവരുടെ ജീവിതത്തിൽ അത് അനുഭവമാക്കുവാൻ കഴിയും. എൻ്റെ മഹിമയ്ക്കല്ല, എൻ്റെ കർത്താവിൻ്റെ മഹിമയ്ക്കായി ഞാൻ ജീവിക്കുമ്പോൾ കർത്താവ് നമ്മളിൽ കൂടെ പ്രവർത്തിക്കുന്ന വാക്കുകളും വചസ്സുകളിലും അനേകരുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കുവാൻ ഇടയാക്കും. അപ്പോസ്തലപ്രവൃത്തി 2:42 ഇപ്രകാരമാണ് പറയുന്നത്, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിനും കൂട്ടായ്മയ്ക്കും അപ്പം നുറുക്കുന്നതിനും പ്രാർത്ഥനയ്ക്കും തങ്ങളെ തന്നെ സമർപ്പിച്ചു പോന്നു. അവിടെ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിനും കൂട്ടായ്മയ്ക്കും അപ്പം നുറുക്കലിനും പ്രാർത്ഥനയ്ക്കും തങ്ങളെ തന്നെ. എപ്പോഴാ മാനസാന്തരമുണ്ടായി, പാപത്തിൽ നിന്ന് മടങ്ങി വന്ന് അനുതാപ ഹൃദയത്തോട് മടങ്ങി വന്നപ്പോൾ, പരിശുദ്ധാത്മാവുടെ മേൽ വ്യാപരിച്ചപ്പോൾ അവരിലുണ്ടായ മാറ്റമാണ്. എന്താണ്? ആ ഉപദേശിച്ചവരോടൊപ്പം കൂട്ടായ്മയ്ക്കും അപ്പം നുറുക്കലിനും പ്രാർത്ഥനയ്ക്കും തങ്ങളെ തന്നെ സമർപ്പിച്ചു. ഇന്ന് ഇപ്രകാരം ഒരു അവസ്ഥയുണ്ടെങ്കിൽ പിറ്റേന്ന് ഒരു ശുശ്രൂഷ ആരംഭിച്ച് മുമ്പോട്ട് ജീവിക്കാൻ പരിശ്രമിക്കും. സമർപ്പിതമായൊരു ജീവിതം. എന്നെ വഴി നടത്തുന്ന എൻ്റെ കർത്താവാണ് എന്നെ ഈ മേഖലകളിൽ നിർത്തിയത്, അല്ലെങ്കിൽ ഈ വയൽ പ്രദേശത്ത് നട്ട് വളർത്തിയതെന്ന്, അല്ലെങ്കിൽ നട്ടിരിക്കുന്നെന്ന് ചിന്തിക്കുവാൻ കഴിയാതെ പോകുന്ന അവസ്ഥ. നമ്മളെ ഓരോ മേഖലകളിൽ കർത്താവ് നമ്മളെ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ ഒരു ചെറിയ ഇടവകയിലായിരിക്കും, അല്ലെങ്കിൽ ഒരു വലിയ ഇടവകയിലായിരിക്കും, ഒരു ശുശ്രൂഷയിലായിരിക്കും, ഒരു പ്രാർത്ഥനാ കൂട്ടത്തിലായിരിക്കും, എവിടെയും ആയിക്കൊള്ളട്ടെ, അവിടെ അതിനൊരു ജീവൻ വെക്കത്തക്കോണം നമ്മളെ തന്നെ സമർപ്പിച്ചെന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയും. കർത്താവേ, നീ എന്നെ ആക്കി വച്ചിരിക്കുന്ന ഈ പ്രദേശത്ത്, ഈ കൂട്ടായ്മയിൽ, ഈ പ്രാർത്ഥനാ കൂട്ടത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ അങ്ങയുടെ അനുഭവം സാക്ഷികളായി എഴുന്നേൽക്കുവാൻ,
അനുഭവസാക്ഷികളെ അനേകരെ അങ്ങയിലേക്ക് ആകർഷിക്കുവാൻ നീ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? ഈ പെന്തക്കോസ്ത് പെരുന്നാള് ഒരു പെരുന്നാളായിട്ടല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവിൻ്റെ വലിയ അഭിഷേകത്തിന് നമ്മളെ തന്നെ ഒരുക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മുമ്പോട്ട് വായിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തി 1:8 ഇപ്രകാരമാണ് പറയുന്നത്: എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ധരിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. കർത്താവ് സ്വർഗാരോഹണത്തിന് മുമ്പ് പറയുന്ന കാര്യമാണ്. ഒന്നുകൂടെ എടുത്തു പറയാൻ കാരണം അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനമാണ്. സാക്ഷി, പരിശുദ്ധാത്മാവിൻ്റെ ആദ്യ പ്രവർത്തനം മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെടുക. അനുതാപ ഹൃദയത്തോടെ മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെട്ട് ആ പരിശുദ്ധാത്മാവ് പ്രാപിച്ചു കഴിയുമ്പോൾ രണ്ടാമത്തെ പ്രവർത്തനമാണ് കർത്താവിൻ്റെ സാക്ഷിയായി ഉറപ്പും ധൈര്യമുള്ളവരായി പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ. അപ്രകാരം ഒരു പ്രവർത്തകനായിരുന്നു സ്തേഫാനോസിനെ അപ്പോസ്തല പിതാക്കന്മാർ അവരുടെ പ്രവർത്തന മേഖലയിലേക്ക് തെരഞ്ഞെടുത്ത് കഴിയുമ്പോൾ ആ സ്തേഫാനോസിൻ്റെ പ്രവർത്തനത്തെപ്പറ്റി ഒന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തി 6:5-6 വായിക്കുമ്പോൾ ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും സ്വീകാര്യമായി അവർ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷന്മാരായ സ്തേഫാനോസ്, ഫിലിപ്പോസ്, പ്രൊഖൊരോസ്, നിക്കനോർ, തീമോൻ, പർമനോസ്, യഹൂദ മതാനുസാരിയായ അന്ത്യോക്യക്കാരൻ നിക്കാലോമോസ് എന്നിവരെ തിരഞ്ഞെടുത്തു. അവരെ അപ്പോസ്തലന്മാരുടെ മുമ്പാകെ നിർത്തി അവർ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു. കൈവെക്കുക എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിനൊരു അഭിഷേകം നടക്കുകയാണ്. അത് കഴിഞ്ഞ് സ്തേഫാനോസ്, ഇത്രയും പേരുടെ ഇടയ്ക്ക് ഒരു വ്യക്തിയുടെ പേരാണ് സ്തേഫാനോസിന്റെ പ്രവർത്തനം നാം മുമ്പോട്ട് വായിക്കുമ്പോൾ അതിൻ്റെ 6:8 വായിക്കുമ്പോൾ അനന്തരം സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിനിടയിൽ വളരെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു. തന്മൂലം അതിന്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ ന്യായാധിപ സംഘത്തിലിരുന്നവർ എല്ലാവരും സ്തേഫാനോസിനെ ഉറ്റുനോക്കി അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. സ്തേഫാനോസിനെ കള്ളസാക്ഷികളായി അവനെ വിസ്തരിക്കുവാൻ കൊണ്ടുവന്നതാണ്. ആ വിസ്തരിക്കുവാൻ കൊണ്ടുവന്ന മഹാപുരോഹിതന്മാർ നോക്കുമ്പോൾ അവൻ്റെ മുഖം ദൈവദൂതൻ്റെ മുഖം പോലെ കണ്ടു. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വരുമ്പോൾ നമ്മുടെ മുഖവും ദൈവദൂതൻ്റെ മുഖം പോലായിത്തീരും. മറ്റുള്ളവർ പറയും ഇവനിൽ എന്തോ ഒരു വ്യത്യാസം കാണുന്നു, ഒരു വെളിച്ചം കാണുന്നു, ഒരു കൃപ കാണുന്നു. പക്ഷെ ആ പരിശുദ്ധാത്മാവിലേക്ക് വളരണം. അവിടെ നാം ആ മഹാപുരോഹിതന്മാരുടെ മുമ്പിൽ വന്നു കഴിയുമ്പോൾ അതിൻ്റെ 7:1 ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം സത്യമാണോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചു. അതായത് അനേകമായ കാര്യങ്ങൾ സ്തേഫാനോസ് പറയുന്നതൊക്കെ കള്ളമാണ്, മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നതിൻ്റെ ആ കാര്യത്തിലാണ് ഇവിടെ ചോദിക്കുന്നത്. അത് കഴിഞ്ഞ് സ്തേഫാനോസ് തൻ്റെ ഒരു പ്രസംഗം അല്ലെങ്കിൽ ഒരു സാക്ഷ്യമാണ് 7-ാം അധ്യായം ഏകദേശം അതിൻ്റെ അവസാനം വരെ. പക്ഷെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ നാം ഒരു വ്യത്യസ്തത കാണുന്നുണ്ട്. 7:55-56 വായിക്കുമ്പോൾ അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായ സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു എന്ന് അവൻ പറഞ്ഞു. മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. കണ്ടോ, കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് എവിടെയാണെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇവിടെ സ്തേഫാനോസിൻ്റെ യഥാർത്ഥമായ സാക്ഷ്യം. പക്ഷെ അത് കേട്ടപ്പോൾ അവിടെയുള്ള ജനത്തിന് അത് സ്വീകരിക്കുവാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, അവനെ തള്ളിക്കൊണ്ട്
പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊന്നെന്നാണ് പറയുന്നത്. ഇന്ന് കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ കഴിയാത്ത കാരണവും അതുകൊണ്ടാണ്. സാഹചര്യങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് മറ്റുള്ളവരെന്ത് പറയും, എൻ്റെ ബന്ധുമിത്രജാളികൾ എന്നെപ്പറ്റി എന്ത് ചിന്തിക്കും, എൻ്റെ കുടുംബാംഗങ്ങൾ എന്നെപ്പറ്റി എന്ത് ചിന്തിക്കും, സഭ എന്ത് ചിന്തിക്കും, ഞാൻ ഹല്ലേലൂയ പറഞ്ഞാലോ സ്തോത്രം പറഞ്ഞാലോ ഇവനെന്തോ പ്രശ്നമുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എൻ്റെ നാവ് ഹല്ലേലൂയ സ്തോത്രത്തിന് വേണ്ടി ഉയർത്തുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് വരെ നീ യഥാർത്ഥമായ കർത്താവിനെ സ്വീകരിക്കുവാനോ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവത്തിലേക്ക് വരുവാനോ കഴിഞ്ഞിട്ടില്ല. അതിനെ തന്നെ നമുക്കൊന്ന് സമർപ്പിച്ച് ഈ രാത്രിയിൽ പ്രാർത്ഥിക്കാം. ഈ പെന്തക്കോസ്ത് പെരുന്നാളിൽ കർത്താവിൻ്റെ അഭിഷേകം നമുക്ക് ഓരോരുത്തർക്കും അനുഭവമാക്കി ഒരു പുതിയ കൃപകളോട് എഴുന്നേറ്റ് ഇന്ന് നമ്മുടെ ചുറ്റും ആയിരിക്കുന്ന സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്തി ക്രൈസ്തവ സമൂഹത്തിനെ ഒന്ന് പുനർജീവിപ്പിക്കുവാൻ നമ്മളെ ഒരുക്കുവാൻ വേണ്ടി നമ്മളെ തന്നെ ഒന്ന് പ്രാർത്ഥിക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ദിവാത്സല്യമായ സ്വർഗസ്ഥനാഥ, ഇതത്തോടെ ഞങ്ങളെ വഴി നടത്തിയ നന്മകൾക്കായ നന്ദിയോട് സ്തോത്രത്തിൻ്റെ കൃപയുടെ സാന്നിധ്യത്താൽ അവിടുന്ന് ഞങ്ങളെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ പെന്തക്കോസ്ത് പെരുന്നാൾ കർത്താവ് ഒരു പെരുന്നാളായിട്ടല്ല കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ അത്യന്ത ആ ശക്തി അനുഭവമാക്കിക്കൊണ്ട് കർത്താവേ, സാക്ഷികളായി എഴുന്നേൽക്കുവാൻ ഉറപ്പും ധൈര്യമുള്ളവയെ ആരുടെ മുമ്പിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കാണിച്ചു കൊടുക്കുവാൻ, അതിനുവേണ്ടി നിലകൊള്ളുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും എടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഈ സമയത്ത് കേൾക്കുന്ന ഓരോരുത്തരെയും നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവരുടെ ജീവിതത്തിൽ കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവ സാക്ഷികളായി എഴുന്നേൽക്കുവാൻ ഇത് കേൾക്കുന്ന മക്കളെ ഇടയാക്കണമെന്ന് സാക്ഷിക്കുന്നു. പിതാവോ കേൾക്കണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.